2047 ഇന്ത്യ വികസിത രാജ്യമാകും. അതിനായി ശക്തി പകരുന്ന ബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടാതെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് പ്രസംഗം നീണ്ടുനിന്നത് 58 മിനിറ്റ് മാത്രം. വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ധനമന്ത്രി ജൂലൈയിൽ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ദരിദ്രരുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന ബഡ്ജറ്റാണ് ഇതെന്ന് പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ രംഗത്തെത്തുകയാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്ന ഇടക്കാല ബഡ്ജറ്റാണ് ഇത്. അതായത് എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് പ്രധാനമായും 4 തൂണുകളുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഒന്ന്, യുവാക്കൾ, വനിതകൾ, കർഷകർ, ദരിദ്രജന വിഭാഗങ്ങൾ എന്നീ 4 തൂണുകളെ ശക്തിപ്പെടുത്തുന്നതാണ് ഇടക്കാല ബഡ്ജറ്റ് എന്നാണ് മോദി വ്യക്തമാക്കുന്നതും. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് ശക്തി പകരുന്നതാണ് ബഡ്ജറ്റ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നതും. ധനക്കമ്മി നിയന്ത്രണത്തിലാക്കാൻ ലക്ഷ്യമിടുമ്പോൾ തന്നെ മൂലധന ചെലവിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ് നീക്കിവച്ചിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ രാജ്യം ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നതിനൊപ്പം തന്നെ യുവാക്കൾക്ക് എണ്ണമറ്റ പുതിയ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതുമാണ് ബഡ്ജറ്റ് എന്നാണ് മോദി വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ യുവ അഭിലാഷങ്ങളുടെ പ്രതിഫലനമാണ് ഈ ബഡ്ജറ്റിലുള്ളത്. ബഡ്ജറ്റിനുള്ളിൽ 2 സുപ്രധാന തീരുമാനങ്ങളുണ്ട്. ഗവേഷണത്തിനും നവീകരണത്തിനുമായി 1 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചതിനെ ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് മോദി വ്യക്തമാക്കി. അതേസമയം സാധാരണക്കാർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ഈ ബഡ്ജറ്റ്. വീടുകൾ നിർമ്മിക്കാൻ സഹായം നൽകുമെന്നും 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിലൂടെ 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ലഭിക്കുമെന്നാണ് ഈ ബഡ്ജറ്റിൽ ഉറപ്പു പറയുന്നത്. ആദായ നികുതിയിലും ഇറക്കുമതി തീരുവകളിലും മാറ്റങ്ങളില്ല. സ്റ്റാർട്ടപ്പുകൾക്കും പെൻഷൻ ഫണ്ടുകൾക്കുമുള്ള നികുതി ഇളവ് 2025 മാർച്ച് വരെ നീട്ടി. 2010-2015 കാലയളവിൽ തർക്കത്തിലുള്ള 10,000 രൂപയുടെ പ്രത്യക്ഷ നികുതി ഒഴിവാക്കും. ധനക്കമ്മി 5.1% കുറയ്ക്കുമെന്ന പ്രഖ്യാപനത്തിലുണ്ട്. നികുതി നിരക്കുകളിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി ജൂലൈയിൽ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തങ്ങൾക്കാകുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കും. ഇതിനായി കമ്മിറ്റി രൂപീകരിക്കും. 9 മുതൽ 14 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിനേഷൻ, എല്ലാ ആശാ വർക്കർമാർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി, കാർഷിക മേഖലയിൽ പൊതു സ്വകാര്യ നിക്ഷേപം, എണ്ണക്കുരു ഉൽപാദന വർധനവിനായി ആത്മനിർഭർ ഭാരത് ഓയിൽ സീഡ്സ് അഭിയാൻ പദ്ധതി, ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ പദ്ധതികൾ, മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കുമായി പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്, തൊഴിലവസരങ്ങൾ, മത്സ്യക്കയറ്റുമതി ഇരട്ടിയാക്കാനുള്ള നടപടികൾ, റെയിൽവേയിൽ സാമ്പത്തിക ഇടനാഴികൾ എന്നിവയാണ് പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.